വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സക്കറിയ പുസ്തകം 11-ാം അധ്യായം. ദൈവത്തിന്റെ ഇടയൻ, ജനങ്ങളുടെ അനുസരണക്കേട്, വ്യാജ ഇടയന്മാരുടെ ശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഇതിൽ മിശിഹായുടെ നിരസിക്കപ്പെടലിന്റെ പ്രതീകങ്ങളും കാണാം. ലെബനോൻ, ബാഷാൻ, യോർദാൻ പ്രദേശങ്ങൾക്ക് വിനാശം വരും. ഇടയന്മാർ കരയും, അവരുടെ മഹത്വം ഇല്ലാതാകും. ദൈവത്തിന്റെ ന്യായവിധി ദേശത്തെ ബാധിക്കും. പ്രവാചകൻ ഇടയനായി പ്രവർത്തിക്കുന്നു, ജനങ്ങളെ മേയ്ക്കുന്നു. 2 വടി, കൃപയും ബന്ധവും. ജനങ്ങൾ ഇടയനെ നിരസിക്കുന്നു, ഇടയൻ തന്റെ വടി തകർക്കുന്നു. ഇടയൻ തന്റെ വേതനം ചോദിക്കുന്നു, അവർ അവന് 30 വെള്ളിക്കാശ് കൊടുക്കുന്നു. അത് ദേവാലയത്തിലെ കലശക്കാരന് കൊടുക്കുന്നു. ഇത് ഈശോമിശിഹായുടെ നിരസിക്കപ്പെടലിന്റെ പ്രവചനമായി കാണപ്പെടുന്നു. ബന്ധം വടി തകർക്കുന്നു, സഹോദരത്വം ഇല്ലാതാകുന്നു. ദൈവം പറയുന്നു, വ്യാജ ഇടയനെ നിയമിക്കപ്പെടും. അവൻ ജനങ്ങളെ സംരക്ഷിക്കുകയില്ല, ദുർബലരെ സഹായിക്കുകയില്ല. അവൻ തന്റെ സ്വാർത്ഥതയ്ക്കായി പ്രവർത്തിക്കും. യഹോവ അവനെ ശിക്ഷിക്കും, അവന്റെ കൈയും കണ്ണും ഇല്ലാതാകും. സക്കറിയ പുസ്തകം 12-ാം അധ്യായം. ജെറുസലേമിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ ശക്തി, ജനങ്ങളുടെ ആത്മീയ പുതുക്കൽ, ഈശോമിശിഹായുടെ പ്രവാചക ആത്മക പ്രതീകം എന്നിവയാണ്. യഹോവ തന്റെ ജനത്തെ ശക്തിപ്പെടുത്തും. അവർ കുത്തേറ്റവരെ നോക്കി ദുഃഖിക്കുകയും ആത്മീയമായി പുതുക്കപ്പെടുകയും ചെയ്യും. യഹോവ പറയുന്നു, അവൻ ആകാശവും ഭൂമിയും മനുഷ്യന്റെ ആത്മാവും സൃഷ്ടിച്ചവൻ. ജെറുസലേം ചുറ്റുമുള്ള ജാതികൾക്ക് ഭാരമായ കല്ലായിരിക്കും. അതിനെ ഉയർത്താൻ ശ്രമിക്കുന്നവർക്ക് പരിക്കേൽക്കും. യഹോവ ജെറുസലേമിനെ സംരക്ഷിക്കും. ശത്രുക്കൾക്കെതിരെ അവൻ തന്റെ ജനത്തെ ശക്തിപ്പെടുത്തും. ഏറ്റവും ദുർബലനായവനും ദാവീദ് പോലെ ശക്തനായിരിക്കും. ദാവീദിന്റെ വംശം ദൈവദൂതനെ പോലെയായിരിക്കും. യഹോവ ദാവീദിന്റെ വംശത്തിനും ജെറുസലേം ജനങ്ങൾക്കും കൃപയും അപേക്ഷയുടെ ആത്മാവും നൽകും. അവർ കുത്തേറ്റവനെ നോക്കും, അവനെക്കുറിച്ച് ദുഃഖിക്കും. ഏകമകനായി കരയുന്നത് പോലെ വിലപിക്കും. ദേശമെങ്ങും വലിയ വിലാപമുണ്ടാകും. ഓരോ കുടുംബവും വേർതിരിഞ്ഞു ദുഃഖിക്കും. ഇത് ജനങ്ങളുടെ ആത്മീയ ഉണർവിനെയും മിശിഹായുടെ നിരസിക്കപ്പെടലിനെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.